കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? സാധാരണ PSCക്കൊക്കെ വരുന്ന ഒരു ചോദ്യമാണ്. നമുക്കറിയാം, അത് വക്കം അബ്ദുൽ ഖാദർ മൗലവി റഹിമഹുള്ളയാണ്. ഞാനിപ്പോൾ ഉള്ളത് വക്കം അബ്ദുൽ ഖാദർ മൗലവി റഹിമഹുള്ളയുടെ വക്കം എന്ന് പറയുന്ന പ്രദേശത്തോടടുത്ത് തിരുവനന്തപുരത്താണ്. കേരളത്തിലെ മുസ്ലിം നവോത്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പ്രദേശം, അല്ലെങ്കിൽ അതിന് വലിയ ഉണർവ് നൽകിയ പ്രദേശത്തിൽ പിന്നീട് എപ്പോഴോ അതിൻ്റെ ചങ്ങലകൾ നമുക്ക് വിട്ടുപോയി എന്ന് നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ദാറുൽ അർഖം അൽ ഹിന്ദ് എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിലാണുള്ളത്. തീർച്ചയായും തൗഹീദിൻ്റെ ആദർശം പ്രസരിപ്പിക്കാൻ വളരെ ഉന്മേഷത്തോടുകൂടെ ഇവിടെ സാധിക്കുന്നു എന്നതും, അടുത്തൊരു തലമുറയെ അതിന് പറ്റുന്ന വിധത്തിൽ വാർത്തെടുക്കാൻ ഈ സ്ഥാപനത്തിന് കഴിയുന്നു എന്നതും ഇവിടെ വരുന്ന ആർക്കും കാണാൻ കഴിയുന്ന വളരെ മനോഹരമുള്ള കാഴ്ചയാണ്. ദാറുൽ അർഖം നിങ്ങളുടെ അരികിലേക്ക് റമദാൻ മാസത്തിൽ വരികയാണ്. ഈ സ്ഥാപനത്തെ ഇവിടെ കെട്ടിപ്പടുത്തു കൊണ്ടുപോകുന്നതിന് ആവശ്യമായ അതിൻ്റെ ചിലവുകളിലേക്കുള്ള സമാഹരണം ഈ റമദാനിൽ നടക്കുന്നുണ്ട്. തീർച്ചയായും ഇതൊരു ജാരിയായ സ്വതക്കയാണ്. എവിടെയോ മുറിഞ്ഞുപോയ നവോത്ഥാനത്തിൻ്റെ കണ്ണികളെ ചേർത്തെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് തെളിയിച്ച ഈ സ്ഥാപനത്തിന് നമ്മൾ ചെലവഴിക്കുന്ന ചെറുതെങ്കിലുമായ സംഖ്യ അത് തീർച്ചയായും വലിയ സ്വാധീനങ്ങൾ ഉണ്ടാക്കും. സ്വതക്കത്തുൻ ജാരിയായി അള്ളാഹു സ്വീകരിക്കും എന്ന് നമുക്ക് പറയാം. ആ നിലയിൽ നമ്മുടെ ഒരു വിഹിതം, നമ്മുടെ ഒരു പരിഗണനയിൽ ഈ സ്ഥാപനവും ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് എല്ലാ നിലക്കുമുള്ള നല്ല ആഗ്രഹങ്ങളെ പൂർത്തീകരിച്ച് നൽകട്ടെ. അതോടൊപ്പം ഈ സ്ഥാപനവും വളരെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാനും ഇവിടുത്തെ റിസൾട്ടുകൾ അനുഭവിക്കാൻ സമുദായത്തിനും സമൂഹത്തിനുമൊക്കെ സാധിക്കുന്ന വിധത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ എന്നുകൂടെ പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടെ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധിയുള്ള സഹായങ്ങൾ ദാറുൽ അർഖമിൻ്റെ കൂടെ ഉണ്ടാകണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.